പകരുന്നൊരു കാര്യം അത് നമുക്ക് ഇപ്പൊ ഞാനും കുറച്ച് ഇതായി ഒന്ന് ഞെട്ടി, ഇത് പകരുന്നൊരു സംഭവമാണോ എന്നുള്ളത്. ഇതിന് ഏജ് ഗ്രൂപ്പ് വെച്ചിട്ട് ഇപ്പം ഈ അലോപേഷ്യ ഏരിയാട്ട എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ്, ഇതിനെന്തെങ്കിലും പ്രായപരമായിട്ടുള്ള സംഭവം, അതായത് ഇപ്പൊ കൊച്ചുകുട്ടികൾക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല, പ്രായമുള്ളവർക്ക്, അങ്ങനെ എന്തെങ്കിലും ഡിഫറൻസിയേഷൻ ഇതിനുണ്ടോ? ആക്ച്വലി ഇതിന്റെ കോഴ്സസ് എന്നൊക്കെ പറയുന്നത് അൺനോൺ എന്നാണ് ഇപ്പോഴും പറയുന്നത്. റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രായം എന്ന് പറയാൻ പറ്റില്ല. കാരണം ജനിച്ചു വീഴുന്ന കുട്ടികളുടെ തൊട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ എക്സ്പീരിയൻസിൽ നമ്മൾ എന്ത് കണ്ടു, അതാണ് നമ്മുടെ റിസർച്ചും സ്റ്റഡിയും. നമ്മൾ അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി അൺനോൺ ആണ് ഇതിന്റെ കോഴ്സസ് എന്ന് പറയുന്നത്. ജെനറ്റിക് ആയിട്ടുണ്ട്, ഓട്ടോ ഇമ്യൂൺ ഡിസോർഡേഴ്സ് റിലേറ്റഡ് ആയിട്ടുണ്ട്, തൈറോയ്ഡ് പോലെയുള്ള ഇഷ്യൂസ് ഒക്കെ വരുന്ന ആൾക്കാർക്ക് വരുന്നുണ്ട്. പിന്നെ പകർന്നിട്ട് സാധാരണ പറയുന്നത് അലോപേഷ്യ അങ്ങനെ വരാറില്ല. പക്ഷെ ഈ ഹോസ്റ്റൽ റൂം ഷെയർ ചെയ്യുന്നവർക്ക്, സിബ്ലിങ്സ് അങ്ങനെയുള്ളവർക്ക് വന്നിട്ട് നമുക്ക് എക്സ്പീരിയൻസിൽ ഒരുപാട് ആൾക്കാർ വന്നു. അതൊരു വലിയൊരു കാര്യമാണ്. കാരണം അലോപേഷ്യ ഏരിയാട്ട ഇപ്പം ഓട്ടോ ഇമ്മ്യൂൺ പോലെ ഇതാണ് നമ്മൾ പൊതുവെ കേട്ട് വരുന്നത്. പക്ഷെ ഇത് പകരുന്ന ഒരു സംഭവമാണോ എന്നുള്ളത്, എക്സ്പീരിയൻസ് അതൊരു കോൺട്രവേഴ്സിയിലാണ്. അത് ആരും അങ്ങനെ ഒരു സമ്മതിച്ചിട്ടോ അതിന്റെ ഒരു റിസർച്ചോ ഇല്ല. പക്ഷെ നമുക്ക് വരുന്ന പേഷ്യൻസ് പറയുന്നത് ഇന്നയാൾക്ക് ഉണ്ടായിരുന്നു, കുട്ടിക്ക് ഉണ്ടായിരുന്നു, അച്ഛന് വന്നു, ബ്യൂട്ടി പാർലറിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്തു. അപ്പൊ അവര് ഹിസ്റ്ററി എടുക്കുമ്പോൾ അവിടുന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത ആൾക്കാരുടെ അടുത്ത് നിന്ന് പകർന്നതാണെന്ന് പറയുന്നു. പിന്നെ സിബ്ലിങ്സിന് കുട്ടിക്കുണ്ട്, അല്ലെ തൊട്ടടുത്ത ഫ്രണ്ടിന് ഉണ്ടായിരുന്നു, എനിക്കും വന്നു, അല്ലെ റൂം ഷെയർ ചെയ്യുന്ന ഹോസ്റ്റലേഴ്സ് ഉണ്ടാവില്ലേ, അവര് പറയുന്നത്. അപ്പൊ അങ്ങനെ ആണ്, ഒരു റിലേഷനും ഇല്ല. അതായത് ഇപ്പം ഹസ്ബൻഡിനുണ്ട്, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു 1 year കഴിഞ്ഞപ്പോൾ വൈഫിന് വന്നു. അങ്ങനെയൊക്കെ ഉള്ള കേസസ് നമ്മൾ കാണുമ്പോൾ അങ്ങനെയും ആവാം. അങ്ങനത്തെ കേസുകൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്.